നിസ്കാരത്തിൽ വരുന്ന കറാഹത്തുകളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നിസ്കാരം കറാഹത്താവുന്ന ചില സ്ഥലങ്ങളുണ്ട്. നേരത്തെ നിസ്കാരം തഹരീമിന്റെ കറാഹത്ത് വരുന്ന, ഹറമിന്റെ കുറ്റം ലഭിക്കുന്ന സമയങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. നിസ്കാരം കറാഹത്താകുന്ന സ്ഥലങ്ങൾ: ഒന്ന്, തവാഫ് ചെയ്യുന്ന ഇടം. കഅബാലയത്തിന്റെ തൊട്ട് ചാരയായി തവാഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ വെച്ച് നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം ജനങ്ങൾക്ക് തവാഫ് ചെയ്യാനുള്ള ഇടമാണ്. ജനങ്ങൾക്ക് മുന്നിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തവാഫിന്റെ അവിടെ നിസ്കരിക്കുമ്പോൾ പ്രശ്നം തവാഫിൽ വെച്ച്. പക്ഷെ മഖാമു ഇബ്രാഹിം തവാഫ് കഴിഞ്ഞാൽ അവിടെ വെച്ച് സുന്നത്ത് നിസ്കരിക്കാം, അതിന് പ്രശ്നമില്ല. അതിൽ നിന്ന് എക്സെപ്ഷനാണ്. രണ്ട്, ഫീ ത്വരീഖിൻ, വഴിയിൽ വെച്ച് നിസ്കരിക്കാം. ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്ന വഴിയിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ട്രെയിൻ യാത്രയിലൊക്കെയാണ്. ട്രെയിൻ യാത്രയിലൊക്കെ ചില ആളുകൾ ബോഗിയിൽ ഇങ്ങനെ ജനങ്ങൾ പാസ് ചെയ്യുന്ന വഴിയുടെ ഭാഗത്ത് വിരിച്ച് നിസ്കരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ഒന്ന് കറാഹത്താണ് എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അതിൽ പാസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഇസ്ലാം വിലക്കിയ കാര്യമാണ്. ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. കാരണം വഴിയിലെ തടസ്സം മുഴുവനും മാറ്റിയാണ് വേണ്ടത് നമ്മൾ. അത് ഈമാനിന്റെ ഭാഗമാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വഴിയിലൊരു തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. അപ്പൊ ട്രെയിനിൽ നിസ്കരിക്കരുത് എന്നല്ലേ പറഞ്ഞത്? നിസ്കരിക്കണം. നിസ്കരിക്കാൻ സംവിധാനമുണ്ട്. നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിച്ചിട്ട് പിന്നീട് അത് ഖളാ കിട്ടണം. മടക്കി നിസ്കരിക്കണം. ആ സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം. അതല്ലാതെ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതിലുള്ള കാരണം ജനങ്ങൾക്ക് പോകുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. രണ്ട്, ജനങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മളെ ഖുശൂഅൊക്കെ നഷ്ടപ്പെടും. നമ്മളെ ശ്രദ്ധ മുഴുവൻ അവരിലായി പോകും. അതുകൊണ്ടാണ് വഴിയിൽ വെച്ച് മതാഫിൽ വെച്ചൊന്നും നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്. മൂന്ന്, ഫീ മഖ്ബറത്തിൻ, മഖ്ബറയിൽ വെച്ച് നിസ്കരിക്കാൻ പറ്റൂല, കറാഹത്താണ്. മഖ്ബറയിൽ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചു, അയാൾ മയ്യത്ത് നിസ്കരിക്കാൻ നമ്മൾ എത്തിയില്ല, എന്നാൽ പിന്നെ അയാളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. ആ മയ്യത്ത് നിസ്കാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. സാധാരണഗതി ഒരാൾ വിരിപ്പ് അല്ലെങ്കിൽ മുസല്ലൊക്കെ കൊണ്ടുപോയി ശ്മശാന ഭൂമിയിൽ നിസ്കരിക്കാൻ പാടില്ല. രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഖബറിന്റെ മുകളിൽ വരിക എന്ന പ്രശ്നം. രണ്ട്, ആ ഖബറിന്റെ അടിയിലുള്ള മയ്യത്തൊക്കെ ദ്രവിച്ചിട്ടുണ്ടാവും. അപ്പൊ നജസ്സിനെ അഭിമുഖീകരിക്കുക. ഇന്നലെ പറഞ്ഞിരുന്നു, നജസ് മുന്നിലുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിച്ച് നിസ്കരിക്കാൻ നിസ്കാരം കറാഹത്താണ്. അപ്പൊ രണ്ട് കാരണം കൊണ്ട് കറാഹത്ത് വന്നു ചെയ്യും. മറ്റൊന്ന്, നാല്, മസ്ബലയിൽ നിസ്കരിക്കുക. ചപ്പ് ചവറക്കിടുന്ന സ്ഥലമാണ് മസ്ബലത്ത് എന്ന് പറയുന്നത്. അഞ്ച്, ഫീ മസ്ജിറത്തിൻ, അറബ് ശാലയിൽ വെച്ച് നിസ്കരിക്കുക. ഇത് രണ്ടും നിസ്കരിക്കുക